ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 32ാം ദിവസത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ടർക്കിസ്ഥാനിൽ നിന്നും അൽമാട്ടിയിലേക്കുള്ള യാത്രയാണ് ഇന്ന്. അൽമാട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസാക്കിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു മെയിൻ വൺ ഓഫ് ദി ബിഗസ്റ്റ് ടൗൺ ആണ്. പണ്ട് സോവിയറ്റ് യൂണിയനിൽ ആയിരുന്നപ്പോൾ അൽമാട്ടി ആയിരുന്നു ക്യാപിറ്റൽ. ഇന്നത്തെ കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസ്താനയാണ്. അപ്പം സോവിയറ്റ് യൂണിയനിൽ ഒന്നിച്ച് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ക്യാപിറ്റലാണ് അൽമാട്ടി. അൽമാട്ടി സ്ഥിതി ചെയ്യുന്നത് ടിയാൻ ഷാ എന്ന പർവ്വതങ്ങളുടെ ചേർന്നാണ് നമ്മുടെ അൽമാട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, കസാക്കിസ്ഥാനിലെ ഇന്നും മെയിനായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് അൽമാട്ടി തന്നെയാണ്. നമ്മൾ ഏതാണ്ട് 740 കിലോമീറ്ററോളം ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് 10 മണിക്കൂർ ഡ്രൈവ് തന്നെ. അപ്പോൾ ഒരു ബ്രേക്കില്ലാതെ കൂടി ഒരു 10-12 മണിക്കൂർ ഇന്നെടുക്കും. രാവിലെ ഞങ്ങൾ 6 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് യാത്ര. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 40-42 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട്. ഇന്നലെയും 42 ഉണ്ടായിരുന്നു. ഇന്ന് 41 ഒക്കെയാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. ഉച്ചയാകുമ്പോഴത്തേനും വീണ്ടും കൂടുമായിരിക്കും. അപ്പം സോ ഫാർ സോ ഗുഡ്. എല്ലാവരും വളരെ ഹാപ്പി. ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്നത് ചേട്ടൻ്റെ വണ്ടി ഞങ്ങളെ പുള്ളിനെ അധികം ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് വണ്ടി നിർത്തി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇരുവശങ്ങളിലെ വലിയ മലയോട് മല അരിഞ്ഞു മാറ്റി വഴി വെട്ടിയ ശേഷം ഉള്ള ദൃശ്യമാണ് കാണുന്നത്. ചുവടെ പുറകിൽ ശരിക്കും ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലേക്ക് ഇരുവശങ്ങളിലും വലിയ മലയായിട്ട്. ടർക്കിസ്ഥാനിൽ നിന്നും അൽമാട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഇന്നലെ ഇവിടെ 42 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ സമയമായപ്പം 8:30ക്ക് 30 ഡിഗ്രി ഉണ്ട്. രാവിലെ 8:30ക്ക് 30 ഡിഗ്രി. പക്ഷെ ആ മലയുടെ മുകളിലേക്ക് നോക്കിയേ, ആ മലയുടെ മുകളിൽ മുഴുവൻ മഞ്ഞ. ഐസ് ഇപ്പോഴും അവിടെ മെൽറ്റ് ആകാതെ ഇപ്പോഴും കിടക്കുക. താഴെ എന്ന് പറയുമ്പോൾ ഇപ്പം 30 ഡിഗ്രി ഉണ്ട്. ഇന്നലെ പകല് 42 ആയിരുന്നു പോരുന്ന വഴിക്ക്. ഓണം വിഷുവിനും ആണ്ടിൽ ഇരുകുറി ഓടി വന്നോടിപ്പോം വലിയേട്ടൻ. കള്ളനെ പോലെ പതുങ്ങി കടന്നു വന്നുള്ളതും വല്ലതും വാരിക്കഴിച്ചു പോം. രണ്ടാമത്തേട്ടനെ കണ്ടെന്നതാരോടും മിണ്ടരുതെന്നോതും കുഞ്ഞെടുത്തി. സംഭവമായിരുന്നു. കിർഗിസ്ഥാനിലെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണത്. ഇവിടുത്തെ ഒരു റൗണ്ട് ഔട്ട് സെറ്റ് ചെയ്തേക്കുന്ന മയിലാണ്. ബ്യൂട്ടിഫുൾ. അൽമാറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽമാറ്റിയുടെ ടൗണിനോട് ചേർന്ന് ഞങ്ങളെത്തി. ചെറിയ ടൗണുകളും വില്ലേജുകളൊക്കെ കണ്ടു തുടങ്ങി. ഇന്നത്തെ യാത്ര വളരെ ഭംഗിയായിരുന്നു. ഒരു കുഴപ്പമില്ല. യാത്രയിൽ വളരെ ആവശ്യത്തിന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും കിട്ടി. ഒരു തടസ്സം ഉണ്ടാകാതെ ഇവിടെ കൊണ്ടെത്തിച്ചു. യെസ്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വില്ലേജുകളൊക്കെ നല്ല ഭംഗിയാണ്, കുഴപ്പമില്ല. എന്തായാലും കുറച്ച് ഗ്രീനറി കാണാൻ പറ്റി. മലയോരങ്ങളുണ്ടായിരുന്നു, മലമ്പ്രദേശങ്ങളുണ്ടായിരുന്നു, മലയിടുക്കുകളുണ്ടായിരുന്നു, മലച്ചെരുവുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞങ്ങൾ കണ്ടു, ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. കുറച്ചൊക്കെ ഞങ്ങളുടെ ഈ ക്യാമറയിൽ ഞങ്ങൾ ഒപ്പിയെടുത്തു. ഞങ്ങൾ ഈ അൽമാറ്റയ്ക്കൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ബ്രേക്കിൻ്റെ കോഫി അടിക്കാൻ ഇറങ്ങിയപ്പം അവിടുത്തെ ഒരു ലോക്കൽ പയ്യൻ വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അന്വേഷിച്ചു, മനസ്സിലാക്കി 4 ബീർ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തു. ബീറല്ലേ അത്? അതിനത്
അൽമാറ്റി ടൗൺ സെൻറ്റർ ആണ് ഈ കാണുന്നത് തോന്നുന്നു. നമ്മുടെ ഫ്ലാറ്റാണ് നമ്മളിത്. എന്താണ് നിരന്ന് നിൽക്കുകയാണല്ലോ ഫ്ലാറ്റ്. അല്ലേ ടീൻഷാൽ പർവ്വതങ്ങളായിരിക്കുക കാണുന്നത്. അങ്ങേറ്റത്ത് കാണുന്ന പർവ്വതങ്ങൾ എന്ന് പറയുന്നത് അതായിരിക്കും ആ കാണുന്ന പർവ്വതങ്ങൾ. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അൽമാറ്റി ടൗൺ സെൻറ്ററിൻ്റെ വ്യൂ. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഉള്ളൊരു അൽമാറ്റി ടൗൺ സെൻറ്ററിൻ്റെ വ്യൂ ആണിത്. ഇത് അടിപൊളി വ്യൂ ആണ്. ഇത് ബിഗ് ടൗൺ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശകലം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. റൈസ് റെഡിയായി. അതുപോലെ ഞങ്ങൾ പരിപ്പേറി വയ്ക്കുന്നു. മീൻ ഫ്രൈ ചെയ്തു. ബ്രാഹ്മൺസിൻ്റെ അടപ്രഥമൻ റെഡി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ. ഓൾ ആർ ഹാപ്പി. ഞങ്ങളിത് കഴിച്ച്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ.